ആദ്യം ഞാനൊന്ന് വായിക്കാം. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് എങ്ങനെ വായിക്കുന്നു ഉച്ചരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ കിതാബ് തന്നെ എങ്ങനെ വായിക്കണം എന്നാണല്ലോ. അപ്പോൾ ഞാനൊന്ന് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണമെന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. വൽ കലിമാതു സലാസതു അൻവാഇൻ ഇസ്മുൻ കസൈദിൻ വശജരിൻ വഫിഅലുൻ കദറബ യദ്രിബു വഹർഫുൻ കഹൽ വബൽ വഖദ് വസൗഫ വസ്സീനി ولا يعرب منها إلا الاسم المتمكن والفعل المضارع كيضرب والباقي مبني وهو ما لا يتغير آخره باختلاف العوامل كالماضي وأمر الحاضر والحروف وما أشبهها كحيث والذي. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? അറബി ഭാഷ നിങ്ങൾ കണ്ടിട്ടില്ലേ? അറബി ഭാഷയിൽ ഏതൊരു കിതാബ് എടുത്ത് നോക്കിയാലും ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 രൂപത്തിലുള്ള പദങ്ങളാണ്. ഏത് 3 രൂപത്തിലുള്ള പദങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ പഠിച്ച ഖുർആനിലായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന അവാമിലായാലും മറ്റ് ഏത് കിതാബായാലും അതിലൊക്കെ ഏത് വലിയ സെൻറ്റൻസുകൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കൽ 3 രൂപത്തിലുള്ള പദങ്ങൾ മാത്രമാണ്. ടോട്ടലി 3 രൂപത്തിലുള്ള പദങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന് ഇസ്മ എന്ന് പറയും, രണ്ടാമത്തത് ഫിഅല് എന്ന് പറയും, മൂന്നാമത്തത് ഹർഫ് എന്ന് പറയും. ഞാൻ വിശദീകരിച്ച് തരാം. അറബിയിലുള്ള ടോട്ടൽ പദങ്ങൾ ഏത് പദങ്ങൾ എടുത്ത് നോക്കിയാലും ഒന്നുകിൽ അതൊരു ഇസ്മായിരിക്കും. ഇസ്മ എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ്. അപ്പോൾ അറബിയിലുള്ള ഏത് പദം എടുത്ത് നോക്കിയാലും ഒന്നെങ്കിൽ എന്തിൻ്റെങ്കിലും പേരായിരിക്കും. മനുഷ്യന്മാരുടെയോ മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ പേരായിരിക്കും. അല്ലെങ്കിലോ രണ്ടാമത്തെ ഐറ്റംസ് ഏതാ? രണ്ടാമത്തെ ഐറ്റംസ് ഫിഅലാണ്. ഒന്നുകിൽ ഇസ്മായിരിക്കും അല്ലെങ്കിൽ ഫിഅലായിരിക്കും. ഫിഅല് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട കേട്ടോ. ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോവുക എന്ന പ്രവൃത്തി ചെയ്തു എന്നല്ലേ. ഞാൻ വന്നു, വരിക എന്ന പ്രവൃത്തി ചെയ്തു. ഞാൻ തിന്നു, ഞാൻ കുടിച്ചു, ഞാൻ നിന്നു, ഞാൻ ഇരുന്നു, അല്ലെങ്കിൽ അതൊക്കെ പ്രവൃത്തിയാ. ഇനി അല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ പോകും, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ കിടക്കും, ഞാൻ അടിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ, അതിനൊക്കെ എന്ത് പറയും? ഫിഅല് എന്ന് പറയും. ഒരു പ്രവൃത്തിയാണല്ലോ, ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ. മൂന്നാമത്തെ ഐറ്റം ഏതാണ്? ഒന്നാമത്തത് ഇസ്മാണ്, രണ്ടാമത്തത് ഫിഅലാണ്, മൂന്നാമത്തത് ഹർഫാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം എന്നാണ്. അക്ഷരങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ? ബാ ഒരു അക്ഷരമാണ്. നമ്മൾ നോക്കൂ, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിസ്മി, ബി പ്ലസ് ഇസ്മിയാണ് എന്ത്? ബിസ്മി എന്ന് പറയുന്നത്. അപ്പൊ ബാ കണ്ടില്ലേ? ആ ബാ കൊണ്ട് എന്ന് നമ്മൾ അർത്ഥം വെച്ചിരുന്നു. ആ ബാ ഒരു അക്ഷരമാണ്. അതുപോലെ അൽഹംദുലില്ലാഹി എന്ന സ്ഥലത്ത് ലില്ലാഹി എന്ന അവിടെ കണ്ടില്ലേ ഒരു ലാമ്? ലില്ലാഹി, അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞപ്പോൾ. അതുപോലെ വ അഫ്ദലു എന്ന സ്ഥലത്ത് ഒരു വാവ് കണ്ടില്ലേ? അതുപോലെ അലാ സയ്യിദിന എന്ന സ്ഥലത്ത് അല എന്ന് കണ്ടില്ലേ? അതെല്ലാം അക്ഷരങ്ങളാണ്. ശേഷം ഒബാദു ഫാലം എന്ന സ്ഥലത്ത് ഫാ കണ്ടില്ലേ? അതും എന്താണ്? അക്ഷരമാണ്. യാ അഹി എന്നതിലെ യാ എന്നുള്ള അക്ഷരം കണ്ടില്ലേ? അതും അക്ഷരങ്ങളാണ്. അപ്പോൾ ടോട്ടലി അറബിയിൽ ഈ പറഞ്ഞ രൂപത്തിൽ 3 കാണാൻ സാധിക്കൂ. ഏതൊരു കെലിമത്ത് നിങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നുകിൽ ഇസ്മായിരിക്കും, ഒരു പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിഅലായിരിക്കും, ഒരു പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു അക്ഷരമായിരിക്കും. ഈ പറഞ്ഞ പോലെ മിന്നോ ഫീനോ ബീനോ അല്ലെങ്കിൽ ലീനോ അങ്ങനെ എന്തെങ്കിലും ഒരു അക്ഷരമായിരിക്കും ടോട്ടലി. എന്നാ ഇനി കിതാബിൽ ശ്രദ്ധിച്ചോ, ഞാൻ അർത്ഥം വെച്ച് തരാം. ഇനി അതാ പറയാൻ പോകുന്നത് കേട്ടാ. വൽ കലിമാതു സലാസതു അൻവാഇൻ. വൽ കലിമാതു പദങ്ങളാകുന്നത്, കെലിമത്തുകളാകുന്നത്. പദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഹംദ് എന്നുള്ള പദമാണ്, ലി എന്നത് പദമാണ്, അള്ളാഹി പദമാണ്, റബ്ബി ഒരു പദമാണ്, ആലമീൻ ഒരു പദമാണ്. എല്ലാം പദങ്ങളാ. അപ്പോൾ അറബിയിലുള്ള മൊത്തത്തിലുള്ള കെലിമത്തുകളാകുന്നത്, പദങ്ങളാകുന്നത് സലാസതു അൻവാഇൻ 3 ഇനങ്ങളാകുന്നു.
സലാസത്തു അൻവാഇൻ എന്ന് പറഞ്ഞാൽ 3 ഇനങ്ങളാകുന്നു. സലാസത്തു 3 ആകുന്നു. അൻവാഇൻ ഇനങ്ങളുടെ 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 ഇനങ്ങളാകുന്നു. ഇനം എന്ന് പറഞ്ഞാൽ ഐറ്റംസ് എന്നർത്ഥം. 3 ഐറ്റംസ് ആണ്, 3 വെറൈറ്റി ആണെന്ന് പറയില്ലേ, അതാണ് 3 ഇനങ്ങളാകുന്നു. എന്നിട്ട് നമുക്ക് മഹാനായ അബ്ദുൽ ഖാഹിരിൽ ജുർജാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് തരികയാണ് ഏതാണ് ആ 3 ഇനങ്ങൾ എന്നറിയോ. എന്നിട്ട് പറയുന്നു, ഇസ്മുൻ, ഇസ്മാകുന്നു. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഇനം ഇസ്മാകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുതരോ? അതേ പറഞ്ഞുതരാ. കസെയ്ദിൻ, സെയ്ദ് എന്ന് പറയുന്നത് പോലെ. സെയ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. അപ്പൊ സെയ്ദ് എന്നത് പേരാണ്, ഇസ്മാണ്. നമ്മൾ ഒരാളെ മുഹമ്മദ് എന്ന് വിളിക്കുക, അത് അവൻ്റെ പേരാണ്. ഒരു പേര് വിളിക്കുക, നിഷാദ് എന്ന് വിളിച്ചാൽ അതൊരു പേരാണ്. സൈനു എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. അപ്പൊ അത് പേരുകളല്ല. ഒന്നുകിൽ എല്ലാ കെലിമത്തുകളിലൊക്കെ എന്തായിരിക്കും? ഒന്നുകിൽ പേരായിരിക്കും. ഷജറിൻ, മരം പോലെ. ഷജർ എന്ന് പറഞ്ഞാൽ മരം എന്നാണ്. ഷജർ, മരം. അപ്പൊ നമ്മൾ മരം എന്ന് പറഞ്ഞ ഒരു പേരല്ലേ, അല്ലേ? സസ്യങ്ങൾക്ക് പറയുന്ന ഒരു പേരാണെന്ത്? മരം. അതാണ് ഒന്നാമത്തെ ഐറ്റംസ്. ഒന്നുകിൽ ഇസ്മായിരിക്കും. വ ഫിഅലുൻ, കെലിമത്തുകളാകുന്നത് ഇസ്മാകുന്നു. വ ഫിഅലുൻ, ഫിഅലുമാകുന്നു. ഫിഅല് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു പ്രവൃത്തി. ഉദാഹരണം പറഞ്ഞുതരാ. ലൊറബ, ലൊറബ എന്നതുപോലെ. ലൊറബ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അവൻ ഒരാൾ അടിച്ചു എന്നാ. ലൊറബ, അവൻ അടിച്ചു. ലൊറബ, അവൻ അടിച്ചു. ശരിബ, അവൻ കുടിച്ചു. അകല, അവൻ തിന്നു. ലഹബ, അവൻ പോയി. കതബ, അവൻ എഴുതി. അങ്ങനെ അതൊക്കെ ഒരു പ്രവൃത്തിയല്ലേ, അതുകൊണ്ടാ ഫീല് എന്ന് പറഞ്ഞത്. യദിരിബു, അവൻ അടിക്കും. യദിരിബു, അവൻ അടിക്കും. അപ്പൊ ലൊറബ യദിരിബു, അവൻ അടിച്ചു, അവൻ അടിക്കും. കതബ യകുതുബു, അവൻ എഴുതി, അവൻ എഴുതും. ദഹബ, അവൻ പോയി. യദ്ഹബു, അവൻ പോകും. അങ്ങനെ പറയൂട്ടാ. അതൊക്കെ ഫീലാണ്. ഇനി മൂന്നാമത്തെ ഐറ്റംസ് പറയട്ടെ. മൂന്നാമത്തെ ഐറ്റംസ് ഹർഫുൻ, അക്ഷരവുമാകുന്നു, ഹർഫുമാകുന്നു. ഏതുപോലെ? കഹൽ, ഹൽ എന്ന് പറയുന്നത് പോലെ. ഹൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താണെന്നറിയോ? ഒരു അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ, ഹൽ എന്ന് പറഞ്ഞാൽ ഇസ്മുമല്ല, എന്തുമല്ല, ഫിഅലുമല്ല. ഇസ്മും ഫിഅലും അല്ലെങ്കിൽ പിന്നെ അതിന് പറയുന്ന പേര് ഹർഫ്, അക്ഷരം എന്നാണ്. ഹൽ എന്നാൽ ശരിക്കർത്ഥം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കല്? ഹൽ എന്ന് ചോദിക്കാറ്. ഹൽ, ഉദാഹരണം പറയാ. ഹൽ ഇന്ദക കലമുൻ, നിന്റെ അടുക്കൽ പേന ഉണ്ടോ? അല്ലേ? ഹൽ ഇന്ദക സബൂറത്തുൻ, നിന്റെ അടുക്കൽ ബോർഡുണ്ടോ? അല്ലേ? ഹൽ ഇന്ദക ജവ്വാലുൻ, നിന്റെ അടുക്കൽ മൊബൈൽ ഫോൺ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത ഉദാഹരണം, ഓ ബൽ, ബല്ല് പോലെ. ബല്ലും അതുപോലെ തന്നെ എന്താണ്? അക്ഷരമാണ്. അതിന് അർത്ഥമൊക്കെ നമ്മൾ പിന്നീട് പഠിക്കൂട്ടാ. അപ്പൊ ഹല്ല് അക്ഷരമാണ്, ബല്ല് ഒരു ഹർഫാണ്. വ കത്, കത് എന്നതും ഹർഫാണ്. വ സൗഫ, സൗഫ എന്നതും അക്ഷരമാണ്. സീനി, സീനും. സീൻ ഏതാ? ഒരു ഉദാഹരണം പറ. നമ്മൾ രണ്ടാമത്തെ ജുസ് ഇങ്ങനെ ആരംഭിക്കുന്നത് സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും. അവിടെ കണ്ടില്ലേ സയഖൂലു എന്ന് കണ്ടില്ലേ? അവിടെ സീൻ എന്താണെന്നറിയോ? ഒരു അക്ഷരമാണ്. സ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് എന്നാണ്. സ, പിന്നീട്. സയഖൂലു, പിന്നീട് പറയും എന്നാണ്. സയഖൂലു, പിന്നീട് പറയും. അപ്പൊ സീനി. ഇപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എന്താ പഠിച്ചത് അറിയാം? ചുരുക്കത്തിൽ ഇന്ന് നമ്മൾ പഠിച്ചു കെലിമത്തുകളാകുന്നത് 3 ഇനങ്ങളാ. കെലിമത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അറബി ഭാഷയിലെ മൊത്തത്തിലുള്ള പദങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 3 ഐറ്റംസ് ആക്കി നമുക്ക് തിരിക്കാം. 3 കൊട്ട എടുക്കാം. 3 കൊട്ട എടുത്തിട്ട് 3 കൊട്ടയിലായിട്ട് നമ്മൾക്ക് അറബിയിലെ കെലിമത്ത് മൊത്തം ഇങ്ങനെ വാരിയിടാന്ന് വിചാരിക്കുക. നമ്മൾ ഈ അവാമിൽ എന്ന് പറയുന്ന കിതാബിലുള്ള കെലിമത്തുകളൊക്കെ ഒരു കൊട്ടയിലേക്ക് വാരിടുന്ന വിചാരിക്കുക. ഒരു കൊട്ടയിൽ ഫുള്ള് ഇസ്മാണ്, പേരുകളാണ്. മറ്റൊരു കൊട്ടയിൽ മുഴുവൻ ഫിഅലുകളാണ്. മറ്റൊരു കൊട്ടയിൽ മുഴുവൻ ഹർഫുകളാണ്. അങ്ങനെ 3 കൊട്ട. അപ്പോൾ നമ്മൾ ഏതൊരു കെലിമത്ത് എടുത്താലും ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കണ്ടു? അൽഹംദു എന്ന്
പറഞ്ഞാൽ നമ്മൾ ഇസ്മി എന്ന കൊട്ടയിലേക്ക് ഇടണം. ലില്ലാഹി എന്നതിലുള്ള ലാമ് പിടിച്ച ഹർഫിന്റെ കൊട്ടയിലേക്കും അള്ളാഹി എന്നുള്ള പേര് പിടിച്ച് ഇസ്മിന്റെ കൊട്ടയിലേക്ക് ഇടണം. റബ്ബി എന്നതും ഒരു ഇസ്മാണ്, ആലമീനയും ഒരു ഇസ്മാണ്, വാവ് ഒരു അക്ഷരമാണ്, ഹർഫാണ്. ഈ ഫീൽ ഏതാ നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചതിൽ ഫീലുണ്ട്. ഏതാണ് ഫീലുള്ളത്? യുറഫു എന്ന് പറഞ്ഞില്ലേ, അറിയപ്പെടും. അതൊരു ഫീലാണ്, അത് ഫീലിന്റെ കൊട്ടയിലേക്ക് ഇടണം. അതുപോലെ വഫക്ക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞില്ലേ, അതും ഒരു ഫീലാണ്. അത് നമ്മൾ ഏതിലേക്ക് ഇടണം? ഫീലിന്റെ കൊട്ടയിലേക്ക് ഇടണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.